ബഗീര എന്ന കന്നഡ മൂവിയുടെ എഡിറ്റർ RCMലോട്ട് എങ്ങനെയാണ് തുടക്കം ഇട്ടത്? ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേർത്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കുറച്ച് നിനക്ക് തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ല. KGF ഇടയ്ക്ക് മറ്റേ ആ ചേസ് സീൻ ഇടയ്ക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി 2-3 വട്ടം പോകുന്നു. ഒരു പെർഫെക്റ്റ്ലി എഡിറ്റഡ് ഫിലിമാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഡിറ്ററിനൊക്കെ എന്തിനാ അവാർഡ് കൊടുക്കുന്നത്? ഡയറക്ടർ പറയുന്നത് അവിടെ കട്ട് ചെയ്ത് വെക്കുന്നതല്ലേ എഡിറ്ററിന്റെ ജോലി. അതിന് ഈ അവാർഡ് കൊടുക്കാനൊക്കെ കൊണ്ടോ? ഇവരെന്തോ അഹങ്കാരിയാണ്. എഡിറ്റർ എന്നുള്ള നിലയിൽ പുള്ളിക്ക് എന്നിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ മാനസികമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് തളർന്നു. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ ആ പോലീസുകാരൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ഷോട്ടിൽ അവിടെ ഒരു 3-4 ഷോട്ടുകൾ വരുന്നുണ്ട്. ഇത് എത്ര ദിവസം പ്രോസസ് ആയി? ലാസ്റ്റ് മൊമെന്റിൽ അവർ പർച്ചേസ് ചെയ്ത് അവിടെ അതിന്റെ ലാസ്റ്റ് മൊമെന്റിൽ എഡിറ്റ് അവിടെ ചേഞ്ച് ചെയ്തതാണ്. Day 1 തൊട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.5 years കണ്ടിന്യൂസ്ലി വർക്ക് ഉണ്ടായിരുന്നു. 2.5 years. അത് ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, ചെയ്യാൻ പറ്റൂല അത്. കാര്യം സിനിമ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റോറി ടെല്ലിംഗ്. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ ഫിലിപ്പ് ഷോ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേറൊരു ജെമ്മാണ് വന്നിരിക്കുന്നത്. ബഗീര എന്ന കന്നഡ മൂവിയുടെ എഡിറ്റർ പ്രണവ് C. പ്രസാദ്. വെൽക്കം ടു ദി ഷോ ബ്രോ. നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഹൗ വാസ് യുവർ ജേർണി ഫ്രം സ്റ്റാർട്ട് ടു ബഗീര എന്ന മൂവി വരെ എങ്ങനെ എത്തി എന്നൊന്ന് പറയാം? ഒരു എഡിറ്റർ ആവണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. സോ അപ്പോൾ ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ള ആഗ്രഹം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആക്ച്വലി എഡിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 4th standard 5th standard ആ സമയത്തായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. സോ അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു വില്ലേജ് സൈഡാണ്. സോ അപ്പോൾ അവിടെ ഈ ഫോട്ടോഷോപ്പൊക്കെ വന്ന് തുടങ്ങുന്ന സമയം. സോ അപ്പോൾ എനിക്കുള്ള ആ സമയത്തുള്ള ആകപ്പാടെ ഉള്ളൊരു ലക്ഷറി എന്ന് പറയുന്നത് അവിടെ പോയിരുന്ന് എന്തെങ്കിലും ആ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അതൊരു സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്നതായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിലൊന്നും ഗെയിം ഇട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. സോ അപ്പം എനിക്ക് അവിടെ പോയിരുന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ആ പെയിന്റ് എടുത്തിട്ട് അതിൽ വീടിൻ്റെ പരം വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അതങ്ങനെ റെഗുലറായിട്ട് ചെയ്തു വന്നതിൻ്റെ ഇടയിൽ അപ്പോൾ അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഫോട്ടോഷോപ്പ് പറഞ്ഞു തരണം, അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരണം എന്നുള്ളത്. പക്ഷേ എനിക്കതിൽ അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ആ പ്രായമല്ലേ, ചെറിയ പ്രായമല്ലേ. അങ്ങനെ അതായിരുന്നു ഒരു ചെറിയ തുടക്കം. ഈ ഒരു മേഖലയുമായിട്ടുള്ള ഒരു തുടക്കം അതായിരുന്നു. സോ അത് അന്ന് മറ്റേ ഫോട്ടോഷോപ്പ് 7.0 അന്ന് ഈ CS-ഉം CC ഒന്നും വന്നിട്ടില്ലാത്ത സമയത്താണ്. ഒരു കണ്ണിന്റെ പടത്തിൽ അതെ ലെൻസ് ഉള്ള ഫോട്ടോഷോപ്പ്. സോ അപ്പൊ അതിനുശേഷം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വേറെ അതിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി. അപ്പൊ അതിൽ ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു ഈ മറ്റേ വിൻഡോസ് മൂവി മേക്കർ. ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ നിന്ന് തന്നെയായിരിക്കും. സോ വിൻഡോസ് മൂവി മേക്കറെ കയറുക, ഇങ്ങനെ അച്ഛൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ റാൻഡം കുറെ ഫോട്ടോസിനെ എടുത്തിട്ട് ഈ സ്ലൈഡ് ഷോ ഉണ്ടാക്കിയായിരുന്നു ഇതിന്റെ ഒരു ജേണി തുടങ്ങുന്നത്. അതിങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് ഇത് ആ ഫോട്ടോസ് പിന്നീട് വീഡിയോസ് ആയി. അതിനുശേഷം എന്തെങ്കിലും മൂവീസിന്റെ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചുമ്മാ റാൻഡം ആയിട്ട് അന്ന് കാണാൻ പോലും കൊള്ളത്തില്ല, ജസ്റ്റ് അങ്ങനെ ചെയ്തു എൻ്റെ ഒരു എന്റർടൈൻമെന്റ്. അതിനുശേഷം ഒരു ഹൈസ്കൂൾ ടൈമിലാണ് എനിക്ക് ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. സോ അപ്പോഴും ഞാൻ ഈ എഡിറ്റർ ആവണം എന്നുള്ളത് ഒരു ചിന്തയിലില്ല, അത് എൻ്റെ ഒരു ഹോബി മാത്രമായിരുന്നു. അപ്പൊ അതിനുശേഷം കോളേജിലായിട്ട് ഈ ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിൽ കയറാനുള്ള ഇത് ഐഡിയാസ് ഒക്കെ ഉണ്ടായി. സോ അതൊക്കെ ഫെയിലിയർ ആയി പോയി. എനിക്കൊരു ഐഡിയ തോന്നി, ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാൻ ചെയ്യുന്നത് പോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലൈക്ക് എൻ്റെ ഒരു ഷോ റീൽ പോലെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കൂടാ, അങ്ങനെ ഒരു തോട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചുമ്മാ റാൻഡമായിട്ട് ഈ ഫാൻ കട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് റാൻഡമായിട്ട് യൂട്യൂബിൽ ഇടുമായിരുന്നു. അതിപ്പോ ആരെങ്കിലും കാണണം എന്നുള്ള ഇത് ഉദ്ദേശം കൊണ്ടൊന്നുമല്ല, ചുമ്മാ റാൻഡമായിട്ട് ചെയ്തിടുമായിരുന്നു. ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ നെക്സ്റ്റ് സിനിമ എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, സിനിമയിൽ എങ്ങനെ കയറണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് പ്രോപ്പറായിട്ടൊരു ചാനൽ ബിൽഡ് ചെയ്ത് അതിലൂടെ ഒരു എക്സ്പോഷർ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഫാൻ മെയ്ഡ് വീഡിയോസ് ചെയ്ത് അത് അത്യാവശ്യം അത് ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷത്തിന് ശേഷമാണ് ഒന്ന് പോപ്പുലറായി വന്നു തുടങ്ങിയത്. അതായത് സിനിമയിലുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നത്. 2019 ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 2022 എനിക്ക് ഫസ്റ്റ് ഒരു ഓഫർ മലയാളം മൂവിയായിരുന്നു, ഹെവൻ എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഓഫേഴ്സ് അങ്ങനെ വന്ന് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ആ ഹെവൻ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി എനിക്ക് ബഗീര എന്നൊരു കോൾ വരുന്നത്. സോ ആക്ച്വലി അത് KGFന്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ വിളിക്കുന്നത്. ആക്ച്വലി ത്രൂ ശങ്കർ രാമകൃഷ്ണൻ സാറാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ചോദിച്ചത്. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് ഇതേപോലെ മറ്റൊരാളിന് ഇതേപോലെ KGFന്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ആളാണ്, അപ്പം പുള്ളിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, പുള്ളി വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇതേപോലെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇപ്പം ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രെയിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു.
അപ്പോഴാണ് ചോദിക്കുന്നത് ഈ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് ഞാനൊരു സിനിമ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു മെന്റലി ഒരു പ്രിപ്പറേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പൊക്കെ ആണെങ്കിൽ ഇല്ലില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പേടിയായിട്ട് പറഞ്ഞിട്ട് ഞാൻ മാറിയത്. അപ്പം എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ്. എനിക്ക് കന്നഡ അറിയില്ല. ഞാൻ വെരി ഫ്യൂ കന്നഡ ഫിലിംസേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം, ചെയ്യാൻ ഞാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ എനിക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ ശങ്കർ രാമകൃഷ്ണൻ സാറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, പുള്ളിയുടെ കൂടെയും വർക്ക് ചെയ്യാം. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ പുള്ളി മലയാളിയാണ്, പുള്ളി മലയാളം ഫിലിംസാണ് ചെയ്യുന്നത്. സോ എനിക്ക് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് വെച്ചാൽ പറഞ്ഞാൽ ഒരു കാരണവശാലും നീ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്, ലൈക്ക് അതൊരു നല്ല തുടക്കമായിരിക്കും നിനക്ക്. സോ അപ്പം അദ്ദേഹം കൂടെ തന്നൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനൊരു യെസ് ബഗീരോട്ട് പറയുന്നത്. അതായിരുന്നു ഒരു ജേർണി വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ. അതെ, എങ്ങനെ അത് അതിലും നല്ല രസമുള്ള സംഭവമുണ്ട്. കാര്യം ഈ ഹെവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. സോ അപ്പോൾ ഞാൻ ബഗീര കമ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഹെവന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് തന്നെ അവരൊരു സ്കെഡ്യൂൾ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 day സ്കെഡ്യൂൾ, ഹീറോയുടെ ഇൻട്രൊഡക്ഷൻസ്. സോ അപ്പോൾ അതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻസ് ചെയ്ത് കാണിച്ചു. സോ അതിനുശേഷം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു 2 മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് ശേഷമായിരിക്കും ബാക്കി ഷൂട്ട് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് ട്രെയിലേഴ്സിന്റെ ഒക്കെ ഓഫേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഇത് റിജക്ട് ചെയ്യുക. ഇത് കാരണം ഇതിപ്പം 2 മാസം എന്നുള്ളത് പിന്നീട് ആയതാണ്. ഇത് ഉടനെ ഒരു കുറച്ച് ദിവസത്തിന്റെ ഇടയിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10-15 ദിവസം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ വരുന്ന ട്രെയിലർ ഓഫേഴ്സ് എല്ലാം ഞാനിത് ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഇതൊരു 2 മാസമായി. 2 മാസമായപ്പോഴത്തേക്ക് എനിക്ക് ഈ വരുന്ന വർക്കൊന്നും, അതായത് എന്റെ ലൈഫിൽ അത്രയും വർക്ക് വന്നിട്ടുള്ള സമയമില്ല. അപ്പോൾ ഇതെല്ലാം പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതായത് എന്റെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ടൈമായി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതിന് ഇവർ വിളിച്ചില്ലെങ്കിലോ എന്നൊരു ഭയം വന്നു. സോ അപ്പം സ്റ്റിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവർ വിളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ, ഇതൊരു ജൂണിലാണ് ഞാൻ പോയിട്ട് വരുന്നത് അവിടെ. ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും അവർ വിളിച്ചിട്ട് പറയുന്നു, ഇല്ല ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് എഡിറ്ററിനെ അങ്ങനെ ഒരു തീരുമാനം പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നുണ്ടായി, എക്സ്പീരിയൻസ് എഡിറ്ററിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. സോ അപ്പം ഞാൻ മാനസികമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് തളർന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടുന്നില്ല, എൻ്റെ പേരും മുഖവും ആളുകൾ മറന്നു തുടങ്ങി. അതിനുശേഷം ഈ വന്ന ഓഫേഴ്സ് എല്ലാം ഞാൻ റിജക്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ ഇനി എനിക്കൊരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തകർന്നിരിക്കുകയാണ്. സോ അപ്പം ഞാൻ അവസാനം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയി. ഓക്കെ, ഇനി എന്തായാലും ഇത് പോയി, ഇനി നെക്സ്റ്റ് നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴാണ് ഒരു 1.5 വീക്സിന് ശേഷം അവിടെ നിന്ന് കോൾ വരുന്നു. കോൾ വന്നിട്ട്, ഇല്ല നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ആ ഓപ്ഷൻ നോക്കുന്നില്ല, എക്സ്പീരിയൻസ് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ നോക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു. സോ അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 2.5 years ആയിരുന്നു. അത് നല്ല അടിപൊളി ഫീലിംഗ് ആണ്. ലൈക്ക് അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യണം തോന്നിയപ്പോ എന്തായിരുന്നു ആ സമയത്ത് ചെയ്തത്? ലൈക്ക് ആ ഓപ്ഷൻ ഇല്ല. സോ വാട്ട് വർ യു പ്ലാനിങ് ടു ഡു നെക്സ്റ്റ് ദെൻ? അപ്പോൾ വിക്രം മൂവി ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ ടൈമിലാണ്. അതിനുശേഷം മെയ്യിൽ ഹെവന്റെ വർക്ക് വരുന്നു. 2022 ഹെവന്റെ വർക്ക് കഴിയുന്നു. സോ ആ ഒരു മെയ് മന്ത് ഫുള്ള് വേറെ വീഡിയോസ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതിനുശേഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയി. ആ സമയത്താണ് ഇത് എനിക്കിങ്ങനെ ഒരു ഓഫർ ഇല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസ് ആയാലും അത് ഒരു പ്രോപ്പർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടിരുന്നതല്ല. അതിനിടയിലും ഓൾമോസ്റ്റ് ഒരു 1 മാസത്തെ 2 മാസത്തേക്ക് ഗ്യാപ്പുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ ചാനലിന് റീച്ചും ഇല്ല. എനിക്ക് വന്ന ഓഫേഴ്സ് എല്ലാം റിജക്ട് ചെയ്തതുകൊണ്ട് തന്നെ പലരും വിചാരിച്ചാണ് ഇവൻ മുങ്ങിയത് മാത്രമല്ല, ഇവരെന്തോ അഹങ്കാരിയാണ്, നമ്മൾ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള. അപ്പൊ അതുകൊണ്ട് അവർ പിന്നെ വേറെ ആർക്കും സജസ്റ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ഒരാളുടെ അടുത്ത് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ത്രൂ എനിക്ക് മറ്റൊരാളിൽ നിന്നൊരു കോൾ വരത്തില്ല. അത്രയും ഒരു ലാർജ് നമ്പർ ഓഫ് കോൾസ് റിജക്ട് ചെയ്ത് നിന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിപ്പം ഇനി എന്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഇതിൽ. അപ്പോഴാണ് ഈ വിക്രം മൂവി OTT-യിലൊക്കെ ജസ്റ്റ് വന്ന ടൈമായിരുന്നു. അപ്പൊ അതിലെ ഒരു സോങ് ഉണ്ട്, മറ്റേ ചക്ക് ചക്ക് വത്തിക്കുച്ചി എന്ന് പറഞ്ഞിട്ട്, അതിൽ ആക്ഷൻ യൂസ് ചെയ്തേക്കുന്ന സോങ്. സോ അപ്പൊ അത് വെച്ചിട്ട് ഓക്കെ ഒരു എഡിറ്റ് ചെയ്യാം. കാര്യം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് എല്ലാവരിലേക്കും പിന്നെയും ഒരു എന്താണ്, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഇവൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നൊരു ഐഡിയ തോന്നി. ആ വീഡിയോ ചെയ്ത് ഒരു 1 month ശേഷമാണ് ഇവർ ശരിക്കും ഈ ഇത് പറയുന്നത്, എന്നെ തിരിച്ചു വിളിക്കുന്നത്. ഹെവൻ ആദ്യത്തെ ട്രെയിലർ അല്ലേ? ഫസ്റ്റ് ട്രെയിലർ. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് ഒരു മാഷപ്പ് വീഡിയോയിൽ നിന്ന് മാറി ഒരു ട്രെയിലർ എഡിറ്റ് ചെയ്തപ്പോൾ വാട്ട് വാസ് യുവർ മൈൻഡ് സെറ്റ് ചേഞ്ച്?
ഈ മാഷപ്സിന്റെ ഇടയിലും ഞാൻ ഈ ഫാൻ കട്ട് ട്രെയിലേഴ്സ് ചെയ്യുമായിരുന്നു. സോ ആ ട്രെയിലറിന്റെ ഒരു ഫോർമാറ്റ്, ഒരു ട്രെയിലർ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഓൾറെഡി ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കതൊരു സംതിങ് ന്യൂ എന്നുള്ളൊരു ഫീൽ ഇല്ല. പക്ഷേ എത്രയായാലും ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നുള്ളത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ എനിക്കൊരു സംതിങ് ന്യൂ എന്ന് പറയുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനോട് കൂടി അവരുടെ വിഷനോട് കൂടി പ്രസന്റ് ചെയ്തു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ അതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, റീസെന്റ് അജ്മൽ സാബുവിന്റെ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച പുള്ളി ഓൾമോസ്റ്റ് 1 മന്തോളം ആ മൂവി കംപ്ലീറ്റ്ലി വാച്ച് ചെയ്ത് റിഫൈൻ ചെയ്താണ് ഒരു കട്ടിലോട്ട് എൻ്റെ ചെയ്യുന്നത്. സോ വാട്ട്സ് യുവർ പ്രോസസ് ആൻഡ് വർക്ക് ഫ്ലോ? എത്ര ടൈം എടുക്കാറുണ്ട് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ? നമ്മളത് കൺസീവ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പം ഹെവൻ എന്ന് പറയുന്ന മൂവിയുടെ ടീസർ ജസ്റ്റ് ഒരു 1 വീക്കിലാണ് ഫിനിഷ് ചെയ്തത്. 1 വീക്കിൽ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായി. പക്ഷേ ആ ട്രെയിലർ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 20-25 ഡേയ്സ് എടുത്തു. ഒരു സിനിമ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ കൺസീവ് ചെയ്ത രീതിയും ഇത് കൺസീവ് ചെയ്ത രീതിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. നമുക്ക് ചില ട്രെയിലേഴ്സ് ചിലപ്പം വിത്തിൻ ഡേയ്സ് കൊണ്ടും ചെയ്യാൻ പറ്റും, ചിലത് 1 മാസം എടുത്തും ചെയ്യാൻ പറ്റും. ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബഗീരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബഗീരയുടെ ട്രെയിലറിന് മുമ്പ് ടീസർ ആക്ച്വലി അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ടൈമിൽ ചെയ്തതാണ്. കാര്യം എനിക്ക് ആ സമയത്ത് ഞാൻ സലാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സലാറിന്റെ ഫൈനൽ ട്രെയിലർ ചെയ്തത് ഞാനാണ്. ആൻഡ് ഓൾസോ അതിന്റെ എഡിറ്റ് ആൻഡ് CG ആ ഫൈനൽ ടൈമിൽ കോർഡിനേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോ ബഗീരയുടെ ഒരു മേജർ ബോട്ട് സീക്വൻസ് കംപ്ലീറ്റ്ലി VFX ഡിപെൻഡഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് അതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ എഡിറ്റ് മാത്രമായ സമയത്താണ് എന്നെ സലാർ എന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. പാരലി നടക്കുകയാണ്. കാര്യം സെയിം പ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. സോ ആ ഒരു ഫസ്റ്റ് വേർഷൻ മാത്രം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ സലാറിലേക്ക് പോകുന്നത്. സലാറിൽ പോയിട്ട് ഒരു 20 ഡേയ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം ഞാൻ തിരിച്ച് ബഗീരയിലേക്ക് വന്നു. ഈ ബോട്ട് സീക്വൻസ് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു മേജർ 2 സീക്വൻസും പിന്നെ ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2 സീൻസും ഞാൻ ഈ പോയ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ബോട്ട് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ഈ പുതിയതായിട്ട് ഷൂട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇല്ല, നമുക്ക് ടീസർ നെക്സ്റ്റ് മന്ത് റിലീസ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ടീസർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഞാൻ ടീസർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്യൂ ഡേയ്സ്, ഒരു 3-4 ഡേയ്സിനുള്ളിൽ എനിക്ക് പിന്നെയും സലാർ എന്ന് കോൾ വരെയാണ്, ഇതിന്റെ റിലീസ് ട്രെയിലർ ഉണ്ട്, ഫൈനൽ ട്രെയിലർ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഹൈദരാബാദിന് പോകും. അങ്ങനെ ഞാൻ ഹൈദരാബാദിന് പോകുമ്പോൾ എനിക്ക് അവിടെ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഇത്രയുള്ളത് പെൻഡിങ് ആണ്. ആ ബോട്ട് സീക്വൻസ് തൊട്ട് ഇവിടെ പെൻഡിങ് ആണ്. അവിടെ പോയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ എഡിറ്റിംഗ് CG എനിക്ക് കോർഡിനേറ്റ് ചെയ്യണം, ബഗീരയുടെ ടീസർ ചെയ്യണം, സലാറിന്റെ ട്രെയിലർ ചെയ്യണം. അതേ സമയത്ത് ഇവിടെ സലാർ റിലീസായി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ ബഗീരയുടെ ക്ലൈമാക്സ് ഷൂട്ട് തുടങ്ങണം. സോ അത്രയും പ്രഷറുള്ള ഒരു ടൈമായിരുന്നു. ഈ സലാറിന്റെ ട്രെയിലറും ബഗീരയുടെ ടീസറും മാച്ച് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പം ബഗീരയുടെ ടീസർ ആദ്യം അവിടെ വെച്ചിട്ട് ഞാനൊരു പർട്ടിക്കുലർ വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേർഷൻ കണ്ടിട്ടാണ് പ്രശാന്ത് സാർ എന്നെ സലാറിന്റെ ട്രെയിലർ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അതിനുശേഷം ബഗീരയുടെ ടീസറിൽ ഞങ്ങൾ വേറെയും ഒരുപാട് ചേഞ്ചസ് വരുത്തി. അത് ഓൾമോസ്റ്റ് ഒരു 12 വേർഷൻസ് പോയതിനു ശേഷമാണ് ബഗീരയുടെ ടീസർ ഫൈനലൈസ് ചെയ്യുന്നത്. അതുപോലെ സലാറിന്റെ ട്രെയിലർ ഓൾസോ ഒരു ഓൾമോസ്റ്റ് ഒരു 8 ഡിഫറെന്റ് വേർഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും വളരെ ഫ്യൂ ഡേയ്സിലായിരുന്നു. ഒരു 4 to 5 ഡേയ്സിന്റെ ഇടയിലാണ് ഓൾമോസ്റ്റ് ഒരു 8 വേർഷൻസ്. അതിൽ ചിലതിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു സെക്കൻഡ് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പോൾ കാണുന്ന ആ ഫൈനൽ റിലീസ് ട്രെയിലർ അത് റിലീസ് ആവുന്നതിന് ഓൾമോസ്റ്റ് ഒരു 12 അവേഴ്സിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് മുമ്പ് ചെയ്തു വെച്ചിരുന്നത് കംപ്ലീറ്റ്ലി എൻറ്റയർ ഡിഫറെന്റ് വെർഷനാണ്. ആക്ച്വലി രാവിലെ ആയിരുന്നു അനൗൺസ് ചെയ്തിരുന്നത്. വൈകുന്നേരമാണ് റിലീസ് ആവുന്നത്, ഒരു 4 മണിക്ക് എന്തുകൊണ്ട് റിലീസ് ആവുന്നത്. അതിന്റെ തലേ ദിവസം ഒരു വൈകുന്നേരം 3:30-4 മണി ആ സമയത്താണ് ഈ വേർഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഒരു 2-2:30 ആ എഡിറ്റ് ഫിനിഷ് ചെയ്യുന്നത്. എഡിറ്റ് ഫിനിഷ് ചെയ്ത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അയച്ച് അത് എല്ലാം പ്രോസസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഓൾമോസ്റ്റ് ഒരു ആഫ്റ്റർനൂൺ ആയി. അതുകൊണ്ടാണ് അത് ഡിലേ ആയിട്ട് റിലീസ് ചെയ്തത്. സോ അതൊരു മാജിക് ആയിരുന്നു. കാര്യം അത് എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു വർക്കാണത്, സലാറിന്റെ ആ ഫൈനൽ ട്രെയിലർ. അപ്പൊ അത്രയും വലിയ സിനിമ, അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ട്രെയിലർ, അത് ഉണ്ടാക്കിയത് ജസ്റ്റ് ഒരു ഫ്യൂ അവേഴ്സ് കൊണ്ടാണ്. സോ അതുകൊണ്ട് അത് ഡിപ്പെൻസ്, നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോ ഇതിന് ഇത്ര സമയം വേണം, ഇതിന് ഇത്ര സമയം വേണം എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു റൈറ്റ് പ്രോഡക്റ്റ് എപ്പോഴാണോ നമുക്കത് സാറ്റിസ്ഫൈ ആകുന്നത്, അതാണ് അതിന്റെ കറക്റ്റ് സമയം. നൈസ്. ഹോംബാലെ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മേജർ ഡിഫറൻസ് എന്താണ് തോന്നിയിട്ടുള്ളത്? ടെക്നിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഇല്ല. നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. കാര്യം ഇപ്പം എല്ലാ ഫിലിം ക്രൂവും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹെവന്റെ ഇതായാലും ബഗീരയുടേതായാലും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. സോ എനിക്ക് എന്താണ്, ഇതിന് പ്രൊഡക്ഷൻ വാല്യൂ കൂടുതലാണ്, ഇതിന് പ്രൊഡക്ഷൻ വാല്യൂ കുറവാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല.
ലൈക്ക് അവരുടെ ഒരു വർക്കിംഗ് കൾച്ചർ തമ്മിൽ എന്താ ഡിഫറൻസ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവല്ലോ? ഡെഫിനറ്റ്ലി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഇപ്പോൾ സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ തെലുങ്ക് ഇൻഡസ്ട്രി പോവുകയാണെങ്കിൽ അവർക്കൊരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. ഇന്ന ടൈം കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ചെയ്യും. നമ്മളിവിടെ അങ്ങനെയല്ല, നമ്മുടെ 24 hours റണ്ണിങ്. അപ്പോൾ സെയിം നമ്മൾ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? എനിക്കിപ്പോൾ മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടൈം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഗീര ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഞാൻ അസിസ്റ്റൻസ് ഇല്ലാതെയാണ് വർക്ക് ചെയ്തത്. അതായത് ഈ എഡിറ്ററിന്റെ പണിയും അസിസ്റ്റൻസിന്റെ പണിയും എല്ലാം ചേർന്നിട്ടാണ് ഞാൻ എടുത്തത്. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ എനിക്ക് ഫേസ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് അതിൽ കൂടെ കിട്ടി. ഓക്കെ, ഞാനിപ്പോൾ ഒരു മലയാള സിനിമയും ഒരു അതർ ലാംഗ്വേജ് ഫിലിമും അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ഫിലിമും ഒരു ഹൈ ബഡ്ജറ്റ് ഫിലിമും ഞാൻ 2 ലാംഗ്വേജിൽ ഫുൾ ലെങ്ത് മൂവി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അതിന് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റും. ഞാനിപ്പോൾ മലയാളത്തിൽ ചെയ്തത് ട്രെയിലറും കന്നഡയിൽ ചെയ്തത് ഒരു ഫുൾ ലെങ്ത് ഫിലിമാണ്. സോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായി. പ്രണവ് ബ്രോ, പ്രശാന്ത് സാറായിട്ട് വർക്ക് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സാറുമായിട്ട് വർക്ക് ചെയ്യാൻ ആക്ച്വലി നല്ല രസമാണ്. ആദ്യം നമ്മുടെ ബഗീര കഴിഞ്ഞിട്ടാണോ പുള്ളിയെ പരിചയപ്പെടുന്നത്? ഇല്ല, ആക്ച്വലി ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് നല്ല രസമാണ്. ഞാൻ ബഗീരയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആ ഇന്റർവ്യൂവിന് അവിടെ പോകുമ്പോഴായിരുന്നു പുള്ളി യാദർശികമായിട്ട് വന്നതാണ് അവിടെ. അപ്പോൾ ഞാനിവിടെ ഒരു പർട്ടിക്കുലർ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ ചെയ്ത് ഡയറക്ടറിനെ കാണിച്ചിട്ട് അപ്പോൾ ഡയറക്ടർ തീരുമാനം പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് റൂഫ് ടോപ്പിലൊക്കെ പോയി ഒന്ന് കറങ്ങി നിന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ താഴെ നിൽക്കുകയാണ് പ്രശാന്ത് സാർ. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി റാൻഡമായിട്ട് വന്നതാണ്. കണ്ടപ്പോൾ ഒരു ഹായ് പറഞ്ഞു, ഞാനൊന്ന് ടെൻസ്ഡായി. അദ്ദേഹം എഡിറ്റ് കണ്ടതിന് ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ്. ഞാൻ പ്രോപ്പറായിട്ട് ബഗീരയിൽ ജോയിൻ ചെയ്ത് ഒരു ഫ്യൂ മന്ത്സിന് ശേഷമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ എഡിറ്റ് കാണാൻ വേണ്ടി വന്നിരുന്നു. സോ അന്നായിരുന്നു അദ്ദേഹമായിട്ടൊരു പ്രോപ്പർ സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അന്ന് പ്രോപ്പറായിട്ട് പരിചയപ്പെട്ടതിൻ്റെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വേഴ്സ്റ്റ് ഡേ ആണത്. കാര്യം നമ്മൾ ആരാധിക്കുന്ന ഒരു ഡയറക്ടറിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പാടില്ലയോ അങ്ങനെ ഒരു ഇംപ്രഷനാണ് ഞാൻ ഉണ്ടാക്കിയത്. കാര്യം അപ്കമിങ് ഡേയ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഞാൻ ഒരുമാതിരി അദ്ദേഹം എന്ത് വിചാരിച്ചാണ്, അതായത് എഡിറ്റർ എന്നുള്ള നിലയിൽ പുള്ളിക്ക് എന്നിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഓക്കെ പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇല്ല, ഇവൻ പോരാ, ഇവനെ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. സോ അത് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട്, അപ്പം അദ്ദേഹത്തിന് അത് അറിയാമോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടറിവാണ് അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ദൂരം അത് ഓൾമോസ്റ്റ് കുറെ നാളായി ഞാൻ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. സോ പെട്ടെന്ന് ഇല്ല ഇവനെ മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സലാറിൽ വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ എന്താണെന്നുള്ളത് സാറിന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയത്. അന്ന് ഉണ്ടായ ആ ബാഡ് ഇംപ്രഷൻ അല്ല അങ്ങനെ പറ്റിപ്പോയതാണ്, അതൊരു നെർവസ്നെസിന്റെ പുറത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് പിന്നീടായിരിക്കാം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ ഐ എം ഡൂയിങ് ഹിസ് നെക്സ്റ്റ് ഫിലിം, അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഫിലിം ഞാൻ എഡിറ്റ് ചെയ്യുന്നു. കൺഗ്രാറ്റ്സ് ബ്രോ. പ്രശാന്ത് സർ ഓൾറെഡി ഒരു എഡിറ്ററാണ്. ഓക്കെ, സോ ഒരു ടെക്നിക്കലി സൗണ്ട് ഒരു എഡിറ്ററിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വാട്ട് വാസ് യുവർ ലൈക്ക് പ്രിപ്പറേഷൻ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രിപ്പറേഷൻ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഒരു ബാഡ് ഇൻസിഡന്റ് ആക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് അത് ഓർമ്മ പോലും കാണില്ല. അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പ്രശ്നമായത്, ലൈക്ക് എനിക്ക് പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് നേച്ചർ മനസ്സിലായതിനു ശേഷമാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇത്ര ഈസി ആണ് എന്നുള്ളത് മനസ്സിലായത്. കാര്യം നമ്മൾ ആദ്യം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ സമയത്ത് ഇത്രയും വലിയ ഡയറക്ടർ ഇത്രയും വലിയ സിനിമ ചെയ്ത ആളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഒരു നെർവസ്നെസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ അതിനോട് സീരിയസ്ലി ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. കാര്യം ഒരു എഡിറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഒരു എഡിറ്റിംഗ് സെൻസ് ഇല്ലാത്ത ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഡയറക്ടേഴ്സിനെ 3 രീതിയിൽ തരംതിരിക്കാം. ഇപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു നോളജ്, അത്ര ഒരു പ്രോപ്പർ നോളജ് ഇല്ലാത്ത ഡയറക്ടേഴ്സ്, എഡിറ്റിങ്ങിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഡയറക്ടേഴ്സ്, ആൻഡ് ഓൾസോ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ഒരു എഡിറ്റിംഗ് സെൻസ് ഉള്ള ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഇതിൽ എഡിറ്റിംഗ് നോളജ് തീരെ ഇല്ലാത്ത ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ 2 രീതിയിൽ നമുക്ക് അത് അഫക്റ്റ് ആവും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അവരെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. സപ്പോസ് അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, സർ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് ഇതായിരിക്കും എന്ന് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കും. ഇങ്ങനെ 2 ഇതുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയുള്ള ഡയറക്ടേഴ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരോട് വർക്ക് ചെയ്യാനാണ് ഭയങ്കര പാട്. കാര്യം നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാനും പറ്റില്ല. ഇവര് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം, പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ എഡിറ്റിങ്ങിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും.
കാര്യം അവർ ഷോട്ട് കൺസീവ് ചെയ്യുന്നത് തന്നെ ഒരു എഡിറ്റേഴ്സ് പെർസ്പെക്റ്റീവിലായിരിക്കും. എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അസംബിൾ ചെയ്യാൻ തന്നെ പല ഓപ്ഷൻസ്, ഇപ്പൊ അദ്ദേഹം കൺസീവ് ചെയ്യാത്ത ഒരു ഓപ്ഷനിൽ പോലും നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ആ ഷോർട്സ് അദ്ദേഹം എടുത്തു വെക്കുന്നത്. സോ അപ്പം പ്രശാന്ത് സാർ എന്ന് പറയുന്നത് എഡിറ്റിങ്ങിനെ കുറിച്ച് വളരെ നോളജ് ഉള്ള ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ സോ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നൈസ്. അപ്പോൾ ബ്രോ, ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ ലൈക്ക് ഹൗ ഇൻ ബഗീര പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈവൻ ഷോർട്ട് ഡിവിഷൻസിനകത്തും പുള്ളിയുടെ ഒരു ഹാൻഡ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഇൻപുട്ട്, അതുപോലെ തന്നെ അത് ആസ് എ എഡിറ്റർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എങ്ങനെയായിരുന്നു ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ഇപ്പോൾ ബഗീരയിൽ ഒരു ബേണിംഗ് സീക്വൻസ് ഉണ്ട്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന, പോലീസ് സ്റ്റേഷൻ ഫോണിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് പടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അത് ഒരു 2 സ്കെഡ്യൂളായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതെങ്ങനെ കൺസീവ് ചെയ്തു എന്ന് വെച്ചാൽ ഫസ്റ്റ് മേജർ ആയിട്ടുള്ള ഷോട്ട്സ്, അതായത് നമുക്ക് ആവശ്യമുള്ള എന്താണോ സ്ക്രിപ്റ്റിലുള്ളത് ആ ഷോർട്സ് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ട് ഇവിടെ എന്തൊക്കെ ഇൻസേർട്ട് ആണ് ആവശ്യം, അവിടെ ഇമോഷൻസ് വർക്ക് ചെയ്യാൻ എന്ത് തരം ഷോർട്സ് ആണ് ആവശ്യം എന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഷോർട്സ് ഈ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതിൽ പ്രശാന്ത് സാറിന്റെ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതൽ ഔട്ട് ഓഫ് ഫോക്കസ് ഷോർട്സ് വേണം. അതായത് ഈ പെൺകുട്ടി എരിയുന്നതിന്റെ പക്ഷേ അത് ഫോക്കസിൽ വരാൻ പാടില്ല. അത് കംപ്ലീറ്റ്ലി ബ്ലേഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള ഷോർട്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സജഷൻ ആയിരുന്നു. ആക്ച്വലി അങ്ങനെ ഒരു 3-4 ഷോർട്സ്, ആക്ച്വലി വേറെ എക്സ്ട്രാ ഷോർട്സ് വേറെ സ്കെഡ്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഷോർട്സുകൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ സീനെ സംബന്ധിച്ചുള്ള. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഓക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ഷോർട്സ് കൊണ്ട് ഇതിന് എന്ത് ഇമ്പാക്ട് ഉണ്ടാവാനാണെന്ന്. പക്ഷേ അത് നമ്മൾ കാണുമ്പോഴാണ്, അതായത് ആ ഫസ്റ്റ് കണ്ട വേർഷനും ഈ രണ്ടാമത് ഈ പറഞ്ഞ ഔട്ട് ഓഫ് ഫോക്കസ് ഷോർട്സുകൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന വേർഷനും കാണുമ്പോഴാണ് അത് ഇമോഷണലി ആ പടത്തിന്റെ തന്നെ ഒരു വളരെ ഹുക്കിംഗ് പോയിന്റ് ആണ് അത്. അപ്പോൾ ഇമോഷണലി അത് എത്രമാത്രം എൻഹാൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോ അതിപ്പോ ആ ഒരു സെൻസ് ഉള്ളത് കൊണ്ടാണ് സോ അത് അവിടെ അങ്ങനെ വർക്കായത്. നൈസ്. ബ്രോ, ബഗീരയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്ന് ബ്രോയുടെ തീരുമാനമായിരുന്നോ അതോ പ്രൊഡക്ഷൻ്റെ തീരുമാനമായിരുന്നോ അസിസ്റ്റൻസ് വെക്കണ്ട എന്നുള്ളത്? ഇല്ല, ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു എനിക്ക് അസിസ്റ്റൻസ് വേണം എന്നുള്ളത്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ലൈക്ക് എനിക്ക് അതിന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. ലൈക്ക് കുറച്ച് വർക്ക് ചെയ്യാം, അതായത് ഈ അസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്ന സമയത്ത്, അതായത് നമുക്ക് ഈ ഔട്ട് എടുക്കാനും ലൈക്ക് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലും ഈ അസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന രീതി മേ ബി ചില എഡിറ്റേഴ്സിന് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എല്ലാ ഷോട്ട്സും പ്രോപ്പറായിട്ട് കാണും. ചില എഡിറ്റേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റൻസ് ഇതെല്ലാം കാണും, എന്നിട്ട് പ്രോപ്പർ ഷോട്ട്സ് പിക്ക് ചെയ്ത് വെക്കും. ആൻഡ് ഓൾസോ എഡിറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ എഡിറ്റിംഗ് റിപ്പോർട്ടും ഇവർ പിക്ക് ചെയ്ത ഷോട്ടും മറ്റത് റാൻഡം ആയിട്ടൊന്ന് നോക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതാണ് ഒരു മെജോറിറ്റി. അവർക്ക് സമയമില്ല, അത് ഉള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫിലിമായ സ്ഥിതിക്ക് അപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് മൊത്തം കണ്ട് എന്താണ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാര്യം അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു NG ഷോട്ട് ആയിരിക്കും, ഒരു നോട്ട് ഗുഡ് ഷോട്ട് ആയിരിക്കും, അതിന്റെ ഒരു ഫ്യൂ ഫ്രെയിംസ് ചിലപ്പോൾ നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് അനുസരിച്ചിട്ട് എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും കൂടുതൽ ഈ അസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നത്. സോ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ തന്നെ എനിക്കിപ്പോൾ ചാടി കയറിയിട്ട് എനിക്ക് അസിസ്റ്റൻസിനെ വേണം എന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. മേ ബി ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ പ്രൊവൈഡ് ചെയ്തേനെ. ആൻഡ് ഓൾസോ എനിക്കും ആരെങ്കിലും അസൈൻ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് പോയപ്പോഴും ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്താലോ എന്ന് തോന്നി. ലൈക്ക് ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു. ലൈക്ക് ചോദിച്ചാൽ തരാതെ ഒന്നും ഇരിക്കില്ല, പ്രൊവൈഡ് ചെയ്യാതൊന്നും ഇരിക്കില്ല. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് അങ്ങനെ അത് കംപ്ലീറ്റ്ലി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഇനി ഒരിക്കൽ എനിക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ ആ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്തതാണ്. കാര്യം എനിക്ക് ഇനി എവിടെയും ഒരു നെക്സ്റ്റ് പ്രോജക്റ്റിൽ എന്തൊരു കോംപ്ലിക്കേഷൻ വന്നാലും എനിക്ക് ഇതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. അതായത് ഒരു ഹോൾ പ്രോജക്റ്റിന്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും കോൺഫിഡൻസും എനിക്കത് യൂസ് ആവും. സോ അതുകൊണ്ട് അങ്ങനെ എടുത്തൊരു ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ നമുക്കുണ്ടാവും ഏത് സെക്ഷൻ നമുക്ക് അസിസ്റ്റൻസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അല്ലേ? ബ്രോ, നമ്മുടെ ഓഡിയൻസിൽ ന്യൂ കമേഴ്സ് ഉണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയേണ്ട ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു മൂവി ചെയ്യുവാണെങ്കിൽ എന്ത് തരം സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് തരം എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹൊമ്പാല പോലെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു സ്പേസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ ബഗീരയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞങ്ങളുടെ മൂവിയുടെ ഓഫീസിൽ തന്നെയായിരുന്നു എഡിറ്റ്
ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. സിസ്റ്റം അവരുടെ തന്നെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ഇത് കണ്ടന്റിന് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട്. ആൻഡ് ഓൾസോ ഞാനൊരു ന്യൂ കമറാണ്. എനിക്ക് വീട്ടിൽ തന്നിട്ട് കൊണ്ടുപോയി ചെയ്തിട്ടാണെന്ന് ഒരു കാരണവശാലും പറയത്തില്ല. ഇത് എത്ര ദിവസം പ്രോസസ് ആയിരുന്നു? ഇത് ഓൾമോസ്റ്റ് എന്ത് പറയാനാ, ഇതിന്റെ ഡേ 1 തൊട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.5 years കണ്ടിന്യൂസ്ലി വർക്ക് ഉണ്ടായിരുന്നു. 2.5 years. ഓക്കെ. അതിലും ഞാൻ മാക്സിമം ഇതിന്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള ഒരു 3 times or 4 times, അതും ഒരു 5 days or 3 days, ആ ഗ്യാപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇതിന് എഡിറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും നടക്കുകയും ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും എഡിറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഒരുപാട് വേർഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. സീൻ അറേഞ്ച്മെന്റിലാണോ അതോ സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ? നോൺ ലീനിയർ? എല്ലാ തരത്തിലും. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സീനിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ തന്നെ ഡിഫറൻസ് വേർഷൻസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. ലൈക്ക് എനിക്കിതൊരു പ്ലേ ഗ്രൗണ്ടാണ്, കളിച്ച് പഠിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട്. സോ അത് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് അത്രയും ഡയറക്ടറിന് ഒരുപാട് വേർഷൻസ് ആവശ്യമുണ്ടായിരുന്നു. സോ അദ്ദേഹം പറയും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വേർഷൻ ചെയ്ത് നോക്കാം. സോ അങ്ങനെ അത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ്ലി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എത്രത്തോളം വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്? അതിനെന്തെങ്കിലും കണക്കുണ്ടോ? കാര്യം ഇപ്പൊ ഇത് പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി ഒരു ഫുൾ ലെങ്ത് ലോക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലല്ല ഇതിന്റെ ഒരു പ്രോസസ് പോയിക്കൊണ്ടിരുന്നത്. സീൻ വൈസ് ആയാലും ഡിഫറെന്റ് വേർഷൻസ് ചെയ്തിട്ടുണ്ട്, റീൽ വൈസ് ഡിഫറെന്റ് വേർഷൻസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഒരു പർട്ടിക്കുലർ സോങ് ഡിഫറെന്റ് വേർഷൻ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒരു നറേറ്റീവ് സ്റ്റൈലിൽ ഒരു ഡിഫറെന്റ് വേർഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പർ ആയിട്ട് എണ്ണി പറയാൻ കണക്കിന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരുപാട് നമുക്ക് വിരലെണ്ണാവുന്നതിനേക്കാളും കൂടുതൽ വേർഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രണവിലോട്ട് തന്നെ വരാം. നമ്മുടെ ഈ RCM എന്ന സംഭവത്തിലോട്ട് എങ്ങനെയാണ് തുടക്കം ഇട്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഹൈസ്കൂൾ ടൈംസിലായിരുന്നു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. സോ അപ്പോൾ ദിൽസെ എന്ന് പറയുന്ന സിനിമയാണ് എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുപ്പിച്ചത്. കാര്യം ദിൽസെ എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടാണ് ഇത് ഇതിൽ കാണുന്ന ആക്ടേഴ്സും ഇതിൽ കാണുന്ന പെർഫോമൻസിനും അപ്പുറം ഇതിനിടയിൽ ഇതിന് ബാക്കിലൊരു ഒരു മേക്കിംഗ് പ്രോസസ് ഉണ്ട് എന്നുള്ളത് എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചതും. അതിനുശേഷം ആരാണ് ഇതിന്റെ ഡയറക്ടർ, എന്താണ് ഡയറക്ടർ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ദിൽസെ എന്ന് പറയുന്ന ഫിലിമിന് ശേഷം. അപ്പോൾ ആ സിനിമ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കൂടുതൽ സിനിമകൾ കാണാൻ തുടങ്ങി. അതായത് ഈ ആർട്ടിസ്റ്റിക് വാല്യൂസ് ഉള്ള ഫിലിംസ് ആയാലും അസ് ദ മെയിൻ ടൈം ഈ കൊമേഴ്ഷ്യൽ ഫിലിംസും കാണുന്നുണ്ട്. പക്ഷേ ഈ മണിരത്നം, രാം ഗോപാൽ വർമ്മ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഒരു അട്രാക്ഷൻ തോന്നിയത് ഈ ദിൽസെ എന്ന് പറയുന്ന സിനിമ എന്നിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കൂടുതൽ ക്വാളിറ്റിയുള്ള സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ, അതായത് നമ്മൾ ഈ നോർമൽ TV-യിലിടുന്ന സിനിമ അല്ലാതെ ഈ സിനിമകളൊക്കെ തപ്പിപ്പിടിച്ച് കാണാൻ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ എന്നെ തന്നെ സ്വയമായിട്ട് വിളിച്ചൊരു പേരാണ് ഈ റിയൽ സിനിമ മാൻ എന്നുള്ളൊരു പേര്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് 1-2 അടുത്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് നിനക്ക് എന്നെ കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ല ഈ പേരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുമില്ല, അതിനെ ഞാൻ ചുരുക്കി RCM ആക്കി. ഈ റിയൽ സിനിമ മാൻ എന്നുള്ള സാധനത്തിനെ കളഞ്ഞിട്ട് RCM എന്നാക്കി. അങ്ങനെയാണ് ഈ RCM എന്ന് പറയുന്ന പേരുണ്ടാവുന്നത്. ഇതേപോലെ എന്തെങ്കിലും ചെറിയ എഡിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ RCM എന്നിങ്ങനെ വെക്കാറുണ്ട്. സോ അതിപ്പോൾ പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ ആക്കണം എന്നുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വീഡിയോസ് ഷോക്കേസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ ഈ പേര് അതിനെ യൂസ് ചെയ്യാം, എന്തായാലും നമുക്ക് ഓൾറെഡി ഒരു പേരുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ RCM എന്ന് പറഞ്ഞ പേരിടുന്നത്. അതും ചാനലൊന്ന് എസ്റ്റാബ്ലിഷ് ആയി ഇതിൽ ക്വാളിറ്റി കണ്ടന്റ് വരുന്നുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഇതിന്റെ ഫുൾ ഫോം ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. അതുവരെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. സോ ഈ യൂട്യൂബ് മെയിൻലി ഒരു ഏർണിംഗ് സോഴ്സായി മാറിയിട്ടുണ്ടായിരുന്നു ഓവർ ദി കോഴ്സ് ഓഫ് ടൈം. ഈ almost 200k something followers. 200k something followers ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് മോണിറ്റൈസ്ഡ്. ഇത് എനിക്ക് ആ ചാനലിൽ നിന്ന് ₹1 പോലും കിട്ടിയിട്ടില്ല. ആ ചാനലിൽ നിന്ന് ഞാൻ ആക്ച്വലി ഏൺ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേ മേഷപ്സ് ചെയ്യുമ്പോൾ ഈ ഫാൻസിന്റെ അസോസിയേഷനോട് കൂടി ചെയ്യുമല്ലോ. സോ അപ്പോൾ അവരുടെ അസോസിയേഷനോട് കൂടി ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ദേ വിൽ പേ മീ. പക്ഷേ അത് വളരെ കുറച്ച് വീഡിയോസ് മാത്രം, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 4 വീഡിയോസിന് മാത്രമേ ഞാൻ അങ്ങനെ കാശ് വാങ്ങിയിട്ട് ബർത്ത്ഡേ മേഷപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിലൊന്നും ഒരു ഏർണിങ്സും ഇല്ല. വാട്ട് വാസ് യുവർ മോട്ടിവേഷൻ ബിഹൈൻഡ് ക്രിയേറ്റിംഗ് ദീസ് വീഡിയോസ്? സിനിമയിൽ കയറാന്നുള്ളത് തന്നെയായിരുന്നു. അതായത്
ഇപ്പോൾ ബേസിൽ ജോസഫ് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയ്ക്ക്, അതായത് ബേസിൽ ജോസഫിന്റെ പ്രേമത കഥയാണെന്നുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ട് വിനീത് ശ്രീനിവാസൻ വിളിച്ചു എന്ന് പറയുന്നത് പോലെ എന്റെ ഏതെങ്കിലും ഒരു മാഷപ്പ് കണ്ടിട്ട്, ഒരു ട്രിബ്യൂട്ട് കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ബർത്ത്ഡേ മാഷപ്പ് ചെയ്യണം, അതായത് ഈ ആക്ടേഴ്സിനെ പൊക്കിയടിക്കുന്ന വീഡിയോസ് ചെയ്യണം എന്നുള്ള ഇതില്ലായിരുന്നില്ല. അതായത് ഇപ്പം ഞാൻ ഇതിൽ ആ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലിപ്പം ട്രിബ്യൂട്ട് അൻവേഷ് ശിവം എന്ന് പറഞ്ഞിട്ട് അൻവേഷ് ശിവത്തിന്റെ ഒരു ട്രിബ്യൂട്ട് കൊടുത്തത്, അതുപോലെ മണിരത്നത്തിന് ഒരു ട്രിബ്യൂട്ട്, അൺഅസൈലബിൾ തെസ്പി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു വീഡിയോ, ഈ പറയുന്ന പോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോ ഈ ലാലേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം അതിന് പ്രീവിയസ് 2 വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ അതിലും ഞാൻ ലാലേട്ടന്റെ ബർത്ത്ഡേ മാഷപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ഈ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ, എന്റെ ചാനലിന് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത വീഡിയോസ് ആണ്. അതായത് എന്റെ വീഡിയോസ് നോക്കിയാൽ അതിൽ യുവേഴ്സ് സിൻസിയർലി പ്രണവ് ശ്രീ പ്രസാദ് എന്ന് ഞാൻ വച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് മാത്രമാണ് ഞാൻ അതായത് ഞാൻ ഈ ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ്. മറ്റതെല്ലാം ഈ ഇടുന്ന, അതായത് ഈ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോസ് കാണാൻ എനിക്ക് ഓഡിയൻസിന് ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ആണ് ബാക്കിയുള്ളതെല്ലാം. സോ വാട്ട് മോട്ടിവേറ്റ്സ് യു മോർ ഫോർ ദി യൂട്യൂബ് ചാനൽ? ഈ കണ്ടന്റ് മാത്രമാണോ, വ്യൂസ് മാത്രമാണോ, ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു ഫോൺ കോൾ ആണ്. ഓക്കെ, ലൈക്ക് ഒരു ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ഭാവി ഉണ്ട് എന്ന് അങ്ങനെ പറയുന്ന, അതായത് ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ലൈക്ക് അങ്ങനെ ഒരു കോൾ വന്നാൽ പിന്നീട് നെക്സ്റ്റ് നമ്മൾ ഇമ്പ്രൂവ് ആവും. അതിനുശേഷം വരുന്ന കോളിൽ ഓക്കെ നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് സിനിമയിലേക്ക് വരാം എന്ന് പറയും എന്നുള്ള ഒരു എക്സ്പെക്ടേഷന്റെ പുറത്തായിരുന്നു ഇത് കംപ്ലീറ്റ്. അതായത് മോണിറ്റൈസേഷൻ ഇല്ലാതെ ഒരു ചാനൽ റൺ ചെയ്തുകൊണ്ട് പോയത്. കാര്യം ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഒരു വീഡിയോ ചെയ്യുന്നു, ഒരു ചെറിയൊരു 5 to 6 days ഗ്യാപ്പ് എടുക്കുന്നു, നെക്സ്റ്റ് വീഡിയോ കൺസീവ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. എനിക്ക് അതിന്റെ ഇടയിൽ വേറെ ഏണിങ്സ് ഇല്ല, വീട്ടുകാരെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കണം. സോ നൈസ്. അപ്പോൾ ഇത് എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഈ 2K വരെ എത്തിച്ചത്, 200K വരെ എത്തിച്ചത്? 200K ആയത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ആണ്. അതിന് മുമ്പ് വരെ ഒരു 197 വരെ ഉണ്ടായിരുന്നു, ഒരു 2 years ബാക്ക്. ലാസ്റ്റത്തെ ഒരു 2K കയറിയതാണ് ഈ 2 വർഷം കൊണ്ട്. കാര്യം ഈ 2 വർഷം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. സോ ഈ 2 വർഷത്തിൽ ഞാൻ ഏതോ ഒരു 1-2 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും പ്രോപ്പർ ആ ചാനലിന്റെ സ്വഭാവത്തിനുള്ള അനുസരിച്ചുള്ള വീഡിയോസ് അല്ല. കിട്ടുന്ന ടൈമിന് ഓക്കെ എന്തെങ്കിലും അത് ചുമ്മാ ഇങ്ങനെ ചാനൽ ഡെഡ് ആയിട്ട് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് 1-2 വീഡിയോസ് മാത്രമേ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ആ ചാനൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, നൈസ്. അപ്പോൾ ഈ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ എന്തായിരുന്നു? സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. മോണിറ്റൈസേഷൻ ഉള്ള യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്ലേ ബട്ടൺ കിട്ടൂ. 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല. പക്ഷെ എനിക്കതിൽ റിഗ്രറ്റും ഇല്ല, ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആവശ്യം ഒരു ഫോൺ കോൾ ആയിരുന്നു, അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ആക്ച്വലി 2019 ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു, അത് ഞാൻ M.Com ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ M.Com എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എനിക്കൊരു കോൾ വരണം. കാര്യം ഞാൻ പഠിച്ച കോഴ്സ് വെച്ചിട്ടുള്ളൊരു ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്ക് സിനിമയിൽ എത്തണം. സോ എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് അത് സാഹചര്യങ്ങളുണ്ട് ആ സമയത്ത് സംഭവിച്ചില്ല. സോ അപ്പം എന്റെ പ്ലാൻ ഇതായിരുന്നു. സോ M.Com സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ M.Com കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് സിനിമയിലേക്കുള്ള എൻട്രി ആയിട്ട് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ 2019 ചാനൽ സ്റ്റാർട്ട് ചെയ്തു. 2020 ഒരു ജൂൺ ജൂലൈ ആ സമയത്താണ് എനിക്ക് ഫസ്റ്റ് ടൈം ഫിലിമിൽ നിന്നൊരു കോൾ വരുന്നത്. ഡയറക്ടർ വസന്തബാലൻ സാറിന്റെ, മണിരത്നം സാറിന്റെ ട്രിബ്യൂട്ട് കണ്ടിട്ട് നന്നായിരുന്നു, ഇതേപോലെ ശങ്കർ സാറിനൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം വിളിക്കുന്നത്. സോ അതുവരെയ്ക്കും എനിക്കൊരു വരുവോ വരില്ലേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു മൊമെന്റിലായിരുന്നു ഓക്കെ, വസന്തബാലൻ സാറിനെ പോലെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് നിങ്ങളെ വർക്ക് കൊള്ളാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു പിന്നെയും ഒരു പ്രതീക്ഷയാണ്. ഓക്കെ, നമുക്ക് ഇനിയും ചെയ്താൽ ഇതിലും നല്ല അപ്രീസിയേഷൻസ് കിട്ടും എന്നുള്ളൊരു. നൈസ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്താണ് ലൈക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫിലിം സ്കൂളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു എഡിറ്റർ ആവണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആദ്യം പോലെ ബ്രോ പറയുന്നുള്ളൂ എനിക്ക് ഫിലിം മേക്കർ ആവണം. സോ ഇൻ വാട്ട് സെക്ടർ ആർ യുവർ മൈൻഡ് ഇൻ ടു ഡയറക്ഷൻ ഓർ സിനിമാറ്റോഗ്രഫി? ഏത് സെക്ഷനിലാണ്? ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ഇതിലെ ഒരു പാത്വേ മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബാക്കി ടെക്നിക്കൽ ആസ്പെക്ട് കൂടി അതിനൊരു നോളജ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇപ്പോൾ എന്താ പറയാ, ഒരു ഡയറക്ടർ ടെക്നിക്കലി ഒരു എഡിറ്റർ ആവണമെന്നോ ഒരു സിനിമാറ്റോഗ്രാഫർ ആവണമെന്നോ ഇല്ല. പക്ഷേ ഈ നോളജ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫിലിം മേക്കിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു സെൻസിൽ മാത്രമേ ഞാൻ എഡിറ്റിങ്ങിനെ ആദ്യം കണ്ടിരുന്നുള്ളൂ. അപ്പം എനിക്ക് അറിയാവുന്ന, അതായത് സിനിമയിൽ എനിക്ക് ചെയ്യാൻ അറിയാവുന്ന, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എഡിറ്റിംഗ് മാത്രമാണ്.
സോ അപ്പം ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഔട്ട്ഡേറ്റ് ആയി തുടങ്ങിയപ്പോൾ ഓക്കെ എനിക്കറിയാവുന്ന എഡിറ്റിംഗ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആരെങ്കിലും എന്താണ് ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന ക്വാളിറ്റി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് ഈ എഡിറ്റ് ചെയ്ത് ഈ യൂട്യൂബ് ചാനൽ ത്രൂ ഒരു എഡിറ്റർ ആണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അത് ത്രൂ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതിയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനുശേഷം സംഭവിച്ചു പോയതാണ്. ഈ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഐ എം ആൻ ആക്സിഡന്റൽ എഡിറ്റർ. ബ്രോ, ഇപ്പോൾ ഒരു പുതിയ ഒരു എഡിറ്റർ, ഒരു ന്യൂ കമ്മറിന് ഇൻഡസ്ട്രിയിലോട്ട് കയറാൻ വേണ്ടി ഈ ബ്രോയുടെ മെത്തേഡ് നൈസായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യാനുള്ളവരാണെങ്കിൽ എന്ത് ട്രൈ ചെയ്യണം പുതുതായിട്ട്? ഇപ്പോൾ ദ സ്മാഷ് വീഡിയോ വാസ് ഗുഡ് ഫോർ യു, അജ്മൽ സാബുനും ഹിറ്റായിരുന്നു, ലിൻഡോ കുര്യൻ, ഇവരെല്ലാവരും ഈ മാഷപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ട്രെയിലർ കട്ടിലോട്ടൊക്കെ എത്തിയ ഇതുപോലത്തെ കട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ട്സ് ത്രൂ ആണ്. അതിനെപ്പറ്റി എന്താ ബ്രോ പറയാൻ ആഗ്രഹിക്കുന്നു? ഇപ്പോൾ നേരത്തെ ഞാൻ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞതുപോലെ അതൊരു സമയത്ത് ട്രെൻഡായിരുന്നു. അതുപോലെ മാഷപ്സും ഒരു സമയത്ത് ട്രെൻഡായിരുന്നു. ഇപ്പോൾ അല്ല. ഇപ്പോൾ എന്താണ്, ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇറങ്ങുന്ന ഒരു ഭൂരിഭാഗം മാഷപ്സും പണ്ട് റീച്ച് ആയിരുന്നത് പോലെ ആളുകളിലേക്ക് എത്തുന്നില്ല. അതിൽ 1-2 മാത്രമായിരിക്കും ചിലപ്പോൾ ആ പണ്ടുണ്ടായിരുന്ന ഒരു റീച്ച് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലം ഓൾമോസ്റ്റ് കഴിഞ്ഞു. മാഷപ്പ് ട്രെൻഡ് ആക്കുക എന്നുള്ളൊരു കാലം കഴിഞ്ഞു. അല്ലെങ്കിൽ അത്രയും യൂണീക്ക് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കണം, അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ട് ഷോർട്ട് ഫിലിംസ് വന്നു, നെക്സ്റ്റ് മാഷപ്സ് വന്നു, അതുപോലെ വേറെന്തെങ്കിലും ഒന്ന് വരണം. പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എഡിറ്റേഴ്സിനോട് ഇപ്പം ഓൾറെഡി മാഷപ്പ് ചെയ്ത് അതിലൂടെ ഒരു നെക്സ്റ്റ് ഒരു ഐഡിയ കിട്ടിയ എഡിറ്റേഴ്സിനോടല്ല ഞാനിപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എഡിറ്റേഴ്സിനോട് പറയുന്നത്, ലൈക്ക് നിങ്ങളിപ്പോൾ ആ മാഷപ്സിന്റെ ഒരു പാത്ത് കണ്ട് അത് ഫോളോ ചെയ്യാനാണെങ്കിൽ ഇന്നത്തെ സിനാരിയോയിൽ അത് വർക്കാവില്ല. സോ യു ഹാവ് ടു ട്രൈ സംതിങ് ന്യൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇനി മാഷപ്പ് ചെയ്തിട്ട് കാര്യമില്ല, പുതിയ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ മാഷപ്പ് ചെയ്യാം. ബട്ട് ആ മാഷപ്പ് സംതിങ് യൂണീക്ക് ആയിരിക്കണം. അതെ, അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ അതിനിപ്പോ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രസന്റേഷൻ രീതി അതിന് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വർക്കാവും. ഓക്കെ, പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റൈല് പ്രണവിനെ കിട്ടും, അതുപോലെ ഒരു നെയിം ഉണ്ടാക്കിയെടുക്കണം. റൈറ്റ്. നൈസ്. ബ്രോ, എങ്ങനെയുണ്ട് ഫാമിലി സപ്പോർട്ട്? നേരത്തെ പറഞ്ഞിരുന്നു ഫാമിലിയെ പറ്റി. അപ്പോൾ ഹൗസ് യുവർ ലൈക്ക് കുറേ നാൾ നമ്മൾ ഈ മാഷപ്പ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു, വേറെ ഒരു ഇൻകം സോഴ്സും ഇല്ല. അപ്പോൾ ഹൗ വാസ് യുവർ ഫാമിലീസ് ലൈക്ക് സപ്പോർട്ട്? ഒരു ഫിലിം മേക്കർ ആവണമെന്നുള്ളൊരു ഐഡിയ വന്ന സമയത്ത് ഞാനത് ആരുടെ പറഞ്ഞിട്ടില്ല. എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് വളരെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഇതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത്. വീട്ടിൽ പോലും എന്താണ് എനിക്ക് വല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയാൽ മതി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് കോളേജിൽ പഠിക്കുന്ന കോളേജിലോ +2ന്റെ ലാസ്റ്റ് ടൈമിലോ കോളേജിലോ ഒക്കെ എൻ്റർ ആവുന്ന ആ ഒരു സമയത്താണ് ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ് അമ്മയുടെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിനക്ക് വേറെ പണിയില്ലേ, ഇത് കയറിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ, നിനക്ക് ആരെ അറിയാം, നിനക്ക് എന്തറിയാം. സോ അങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷെ എനിക്ക് ആ സമയത്ത് പറയണമായിരുന്നു, കാര്യം നെക്സ്റ്റ് എന്ത് കോഴ്സ് എടുക്കുന്നു, ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് വന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത്, നീ നിന്റെ കരിയർ സേഫ് ആക്കിയിട്ട് നീ നിന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് എന്താണോ ആവാൻ ആഗ്രഹം നീ അതായിക്കോ. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. സോ ആ സമയത്താണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. ഓക്കെ, ലൈക്ക് അതുവരെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഫിലിം മേക്കർ ആണോ എന്ന് ആഗ്രഹിച്ചിട്ട് അത് റിഗ്രറ്റ് ചെയ്തിട്ട് ജീവിക്കണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ് പിന്നീട് ഈ ചാനൽ തുടങ്ങാനും എല്ലാത്തിനും കാരണമായത്. പിന്നെ ഈ ചാനൽ തുടങ്ങി ഇങ്ങനെ വരുമാനമൊന്നും ഇല്ലാതെ ചുമ്മാ ഇത് കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കുറെ കമന്റ്സ് കിട്ടുന്നു, ലൈക്സ് കിട്ടുന്നു എന്നുള്ളതല്ലാതെ അവന്റെ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതെന്റെ അടുത്ത് ചില സമയത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടി തുടങ്ങിയപ്പോൾ ഓക്കെ ഇതിൽ അവനൊരു ഭാവി ഉണ്ടോ എന്ന ഒരു പോയിന്റിൽ അവർക്ക് മനസ്സിലായതിനു ശേഷം സപ്പോർട്ടായിരുന്നു. സോ അതുവരെ എത്രയായാലും അവരെ ഞാൻ കുറ്റം പറയത്തില്ല, അവർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ M.Com പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ സ്റ്റഡീസിലും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറെ ആക്ടേഴ്സിന്റെ വീഡിയോസ് ചെയ്യുന്നതിലാണ്. പക്ഷെ അതിൽ നിന്ന് അവനൊരു ഇൻകം കിട്ടുന്നില്ല. സോ ഇതിൽ അവന് കുറെ സമയനഷ്ടം എന്നുള്ളതല്ലാതെ അവർ നോക്കുമ്പോഴത്തേ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവരതാ കാണുന്നത്. സോ അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രോപ്പർ അപ്രീസിയേഷനും ഓക്കെ ഇവൻ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് വർത്താണ്, ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ അവന് വർത്തായിരിക്കും എന്ന് അവർ മനസ്സിലാക്കിയ ഒരു പോയിന്റ് തൊട്ട് സപ്പോർട്ടുണ്ട്. നൈസ്. ബ്രോ, ആ ടൈമിൽ ലൈക്ക് വാട്ട് വേ യുവർ അതർ ഇൻകം സോഴ്സസ്? ലൈക്ക് ഇപ്പോൾ പുതിയൊരു ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഇങ്ങനെ എന്തെങ്കിലും പുതിയൊരു കാര്യം ട്രൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇതല്ലാതെ എഡിറ്റിംഗ് വെച്ച് വേറെ എന്ത് ഇൻകം സോഴ്സസ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും?
അന്ന് ബ്രോയ്ക്ക് ഇതില്ലാതെ വേറെ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്ത് തന്നെ വേറെ ഏതെങ്കിലും സോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ M.Com ചേർന്ന ആ കോഴ്സിന്റെ സമയത്ത് ഇത് ചെയ്തത്. കാര്യം ഞാനിപ്പോൾ ഇത് ഫ്രീ ആയിട്ടിരുന്ന സമയത്താണ്, അതായത് ഇപ്പം ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ എനിക്ക് ഇത് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാര്യം എൻ്റെ കൈ കാശില്ല. കാര്യം നമ്മൾ അപ്പോൾ ആ സ്റ്റഡീസിന്റെ സമയത്തായതുകൊണ്ട്, സോ ആ ഫ്രീ ടൈംസ് അല്ല, ആക്ച്വലി സ്റ്റഡി ടൈമിൽ കൂടെ ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതായിരുന്നു ആ പ്ലാൻ. M.Com സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക, എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ജോലിയോട് കൂടി, അതായത് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു ഐഡിയയോട് കൂടി ഇറങ്ങണം. സോ അതിനിടയിൽ ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലാതെ വീഡിയോസ് ഒക്കെ ഫ്രീലാൻസ് എഡിറ്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പക്ഷെ അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതായത് അതായത് ഈ മാഷപ്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ മാത്രം ഇതിന് ഞാൻ, അതായത് ഈ ഫ്രീലാൻസ് എഡിറ്റിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തിയിട്ടുള്ളൂ. അല്ലാതെ എന്റെ മാഷപ്സിനെ കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ കാശിന് വേണ്ടിയിട്ട് ഇതിന് പോയിട്ടില്ല. ആസ് എ എഡിറ്റർ ഹാവ് യു ഡെവലപ്ഡ് എനി ഡിസിപ്ലിൻസ്? ലൈക്ക് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് ഫോളോ ഞാൻ ചെയ്യുക. ചിലവർ ടേബിൾ വൃത്തിയാക്കി ഇടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ വല്ലതും ഡെവലപ്പ് ചെയ്യാറുണ്ടോ? എനിക്ക് ടേബിൾ അത് വൃത്തിയാക്കി തന്നെ ഇടണം, അല്ലെങ്കിൽ സാധനം അടിച്ചു പോകും. ഓക്കെ. അതല്ലാതെ ലൈക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻസ്? ഇല്ലല്ല, ഞാൻ പറയാം. ഇല്ലില്ല, അത് ഞാൻ തമാശക്കാറുണ്ട്. ഇത് അതായത് ഞാനൊരു പർട്ടിക്കുലർ വീഡിയോ, അതിപ്പം ട്രെയിലർ ആവാം, മാഷപ്പ് ആവാം, ഇല്ല മൂവി ആവാം, അതിൽ ഞാൻ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം ക്വാളിറ്റിയാണ്. എനിക്ക് എന്താണെന്ന് പറയുക, ക്വാളിറ്റി ഇൻ ദ സെൻസ് ആ വിഷ്വലിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി മാത്രമല്ല, ആ പ്രോഡക്റ്റ് ആസ് എ വീഡിയോ എന്നുള്ള രീതിയിൽ, ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ, ആസ് എ ട്രെയിലർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ആ ഔട്ട്പുട്ടിന് ഒരു ക്വാളിറ്റി വേണം. അത് കാണുമ്പോൾ ഇറ്റ്സ് എ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് തോന്നണം. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പെടും, ആ വീഡിയോയുടെ ക്വാളിറ്റി പെടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മാഷപ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു കാര്യമാണ് ക്വാളിറ്റി വിഷ്വൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പഴയ സിനിമയുടെയൊക്കെ ക്വാളിറ്റി വിഷ്വൽസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അതിന് മാക്സിമം എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് എന്താണ്, വളരെ പഴയ മൂവീസ് ആണെങ്കിൽ അപ്സ്കെയിൽ ചെയ്ത് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഞാൻ കീപ്പ് ചെയ്ത് വന്നൊരു മെയിൻ കാര്യം ഈ ക്വാളിറ്റി തന്നെയായിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓൾസോ ദ ഔട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസിപ്ലിൻ. അതർ ദാൻ ദാറ്റ് ഒരു വർക്കിംഗ് കൾച്ചർ എന്തെങ്കിലും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? എന്ത് രീതിയിലുള്ള കൾച്ചർ? വർക്കിങ്ങിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്കൊരു പെർട്ടിക്കുലർ ഫോൾഡർ സ്ട്രക്ചർ സ്റ്റൈലുണ്ട്, ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക. അസിസ്റ്റൻസിന് കൊടുക്കുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ ഓവർ ദി കോഴ്സ് ഓഫ് ടൈം? അല്ല, എഡിറ്റിംഗ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണ്. ചില എഡിറ്റേഴ്സിന്റെ ബിൻ മാനേജ്മെന്റ് ദേഷ്യം വരും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ബഗീരയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു ഫ്യൂ മന്ത്സ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ നാട്ടിലായിരുന്നു. സോ അപ്പോൾ ആ സമയത്ത് അവർ ഏതോ ഒരു റാൻഡം എഡിറ്ററിനെ ഹയർ ചെയ്തിട്ട് ആ സമയത്തുള്ള റഷസ് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. സോ അത് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് അപ്പം ഞാനത് റീവർക്ക് ചെയ്യണം. സോ അപ്പോൾ ആ സമയത്ത് പുള്ളി ആ ടൈം ലൈനിൽ ആ റഷസിനെ ഡ്രാഗ് ചെയ്തിട്ടേക്കുന്നത് കണ്ട വളരെ ക്ലംസി ആയിട്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ ആ മൊത്തത്തിലുള്ള ആ ഒരു ബിൻ മാനേജ്മെന്റും ആ ടൈം ലൈനും കുറച്ച് എന്താണ്, എനിക്കൊരു എഡിറ്റോറിയൽ OCD ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സോ അതിനെപ്പറ്റി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ബ്രോ, എങ്ങനെ മീഡിയ മാനേജ്മെന്റ് ചെയ്യുന്ന അത് പുതിയവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഓഡിയോ, വിഷ്വൽ, സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എലമെന്റ്സ്, ലൈക്ക് ഒരു ബ്ലാക്ക് സോളിഡ് വരെ. സോ അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്താൽ നമുക്കതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളെ വർക്ക് കൂടുതൽ സ്മൂത്ത് ആവും, നമ്മുടെ വർക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആവും, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അതങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എന്താണ്, ഇപ്പോൾ എൻ്റെ റൂമിൽ വന്ന് നോക്കിയാൽ എൻ്റെ റൂം ഭയങ്കര ക്ലംസി ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു ഈസി ആയിട്ടൊരു സാധനം പിക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡിറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കാര്യം അവിടെ നമുക്കൊരു പ്രോപ്പർ ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ, സോ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ക്വാളിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഘടകമാണിത്. സോ ക്വാളിറ്റി ഇംപ്രൂവ് ആകും, നമ്മുടെ വർക്ക് എഫിഷ്യൻ്റ് ആവും, അതിന് ആക്യുറസി ഉണ്ടാവും, ആൻഡ് ഓൾസോ ടൈമും സേവ് ചെയ്യാൻ പറ്റും. സോ പ്രോപ്പർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്
ആൻഡ് ഓൾസോ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്താണ് ബിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ആൻ ആർട്ട്. അതെ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള പണിയെല്ലാം അതേപോലെ കൊളായി കിടക്കും. മെയിനായിട്ട് ഞാനിപ്പോൾ ഞങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രേഡിംഗ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അവരെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫയൽ മാനേജ്മെൻറ്റാണ്. ആ ഫയൽ മാനേജ്മെന്റ് കണ്ടിട്ട് വേണം വേറൊരാൾ വന്നിരിക്കുമ്പോൾ പറയാം ഇവന് അത്യാവശ്യം പണി അറിയാം. അതെ, അത് ക്ലംസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു ബാഡ് ഇംപ്രഷൻ വരും. പ്രണവായിട്ട് സംസാരിച്ച് സമയം പോയി അറിഞ്ഞില്ല. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു പ്രണവ് ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.